നമസ്കാരം. ബാലതാരമായി സിനിമയിൽ എത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ മാധവൻ. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത്. പിന്നീട് മലയാള സിനിമയുടെ നായികാ സങ്കല്പമായി മാറുകയായിരുന്നു. 2 പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെയാണ് കാവ്യ തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചതെങ്കിലും അഴകിയ രാവണനിലൂടെയാണ് കാവ്യയെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഒരു കാലത്ത് മലയാള സിനിമയിൽ കാവ്യയ്ക്കുണ്ടായിരുന്ന സ്റ്റാർഡം ഇന്ന് മലയാളത്തിലെ യുവനടിമാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയില്ലെന്നാണ് ആരാധകർ പറയുന്നത്. ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ സജീവമല്ലാത്ത കാവ്യ ഇപ്പോൾ ബിസിനസ്സിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാവ്യയുടെ സംരംഭമായ ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡലായും കാവ്യ എത്താറുണ്ട്. ലക്ഷ്യങ്ങളുടെ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന കാവ്യയുടെ ചിത്രങ്ങളെല്ലാം വൈറലായി മാറാറുണ്ട്. കൊച്ചിയിൽ ദിലീപിന്റെ കുടുംബമെല്ലാം ഒന്നിച്ചു താമസിക്കുന്ന വീട്ടിലായിരുന്നു കാവ്യയും താമസിച്ചിരുന്നത്. എന്നാൽ കുറച്ചു നാളുകളായി കാവ്യയും ദിലീപും മഹാലക്ഷ്മിയുമായി ചെന്നൈയിലാണ് താമസം. മകളുടെ പഠനാവശ്യങ്ങൾക്കായാണ് കുടുംബം താമസം അങ്ങോട്ടേക്ക് മാറ്റിയതെന്നായിരുന്നു വിവരം. ദിലീപിന്റെ മൂത്ത മകൾ മീനാക്ഷിയും ചെന്നൈയിലാണ് ഹൌസ് സർജനായി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ മകളുടെ കാര്യവും ബിസിനസ്സും ഒക്കെയായി തിരക്ക് പിടിച്ച ജീവിതമാണ് കാവ്യയുടേത്. എങ്കിലും കുടുംബത്തിനൊപ്പം പരിപാടികളിലും ചില ഫംഗ്ഷനുകളിലുമൊക്കെ എത്താറുണ്ട്. ബിസിനസിനൊപ്പം കുടുംബജീവിതവും ഒരുമിച്ചാണ് കാവ്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴിതാ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സമ്പത്തിന്റെ കാര്യത്തിൽ ദിലീപിനേക്കാൾ ഒട്ടും പിന്നിലല്ല കാവ്യ എന്നാണ്. 100 കോടിയിലധികം വരും കാവ്യയുടെ ആസ്തി എന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത്. ആദ്യം വിവാഹത്തിന് കഴുത്തിലും കയ്യിലുമെല്ലാം നിറയെ ആഭരണങ്ങൾ അണിഞ്ഞാണ് കാവ്യ എത്തിയത്. അന്ന് ആ ചിത്രങ്ങൾ വൈറലായിരുന്നു. കാവ്യ അണിഞ്ഞ ആഭരണങ്ങളെക്കുറിച്ച് വരെ അന്ന് ചർച്ച നടന്നിരുന്നു. 500 പവനോളം വിവാഹത്തിന് കാവ്യ ധരിച്ചു കാണുമെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ അത്ര തന്നെയാണോ കാവ്യ ധരിച്ചതെന്നൊന്നും സ്ഥിരീകരണമില്ല. കാവ്യ ഇതേക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടേയില്ല. മാത്രമല്ല കാവ്യയ്ക്ക് വിപുലമായ ആഭരണ ശേഖരം തന്നെ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പരമ്പരാഗതവും സമകാലികവുമായ ശൈലികൾ ഉൾക്കൊള്ളുന്ന സ്വർണ്ണാഭരണങ്ങളുടെ ആകർഷകമായ ശേഖരം കാവ്യയുടെ കൈവശമുണ്ട് എന്നാണ് പറയുന്നത്. ആദ്യ വിവാഹത്തിന് ഒരുപാട് സ്വർണം അണിഞ്ഞിരുന്നെങ്കിലും ദിലീപുമായുള്ള വിവാഹത്തിന് അത്രമാത്രം ആഭരണം അണിഞ്ഞിരുന്നില്ല. ഒറ്റ വലിയ മാലയായി തോന്നുന്ന 2 മാലകൾ ചേരുന്ന ഡിസൈനുള്ള നെക്ക് പീസ് ആയിരുന്നു രണ്ടാം വിവാഹത്തിന് കാവ്യ അണിഞ്ഞത്. സെമി പ്രഷ്യസ് സ്റ്റോണുകൾ ഉപയോഗിച്ച നെക്ലേസിന് ലക്ഷങ്ങളാണ് വില എന്നാണ് പറയുന്നത്. ഇതിനെല്ലാം പുറമെ കാവ്യയ്ക്ക് കൊച്ചിയിലും ചെന്നൈയിലും കാസർഗോഡും കോടികൾ വില വരുന്ന ഫ്ളാറ്റുകളും ഉണ്ടെന്നാണ് പറയുന്നത്. സിനിമയിൽ നിന്നുമല്ലെങ്കിലും ബിസിനസ്സിൽ നിന്നും കാവ്യ സമ്പാദിക്കുന്നുണ്ട്. അതേസമയം ലക്ഷ്യയ്ക്ക് പ്രാധാന്യം നൽകിയാണ് കാവ്യ മുന്നോട്ട് പോകുന്നത്. ബിസിനസ്സിൽ കാവ്യയ്ക്ക് സഹായമായി സഹോദരൻ മിഥുനും കുടുംബവുമുണ്ട്. ഒരു സിനിമാ പാരമ്പര്യം ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്ന കാവ്യ ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്കാണ് ജീവൻ നൽകിയത്. ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേളയെടുത്തിരിക്കുകയാണ് താരം. ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച കാവ്യ മാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച കാണണമെന്നാണ് മലയാളികളുടെ ആഗ്രഹം. എന്നാൽ ഇനി സിനിമയിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് കാവ്യ അടുത്തിടെ പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ റിസപ്ഷൻ എത്തിയപ്പോഴായിരുന്നു കാവ്യ ഇതേക്കുറിച്ച് പറഞ്ഞത്. സിനിമയിലേക്ക് തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് ഇല്ല എന്ന് മാത്രമായിരുന്നു മറുപടി. കാവ്യയുടെ ഈ വാക്കുകൾ ആരാധകരിലും നിരാശയാണ് സൃഷ്ടിച്ചത്. ഇടക്കാലത്ത് കാവ്യ നടത്തിയ മേക്ക് ഓവറും ചർച്ചയായി മാറിയിരുന്നു.